ഹലോ, എന്തൊക്കെയുണ്ട്? എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ? അപ്പോൾ കുറേ നാളായില്ലേ നമ്മളൊരു ഫേഷ്യലിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ട്. ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ, പക്ഷെ ഞാൻ വീഡിയോ ആയിട്ട് അങ്ങനെ ചെയ്യാറില്ല എന്ന് മാത്രം. ഇപ്പോൾ കുറേ ആയി. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഫേഷ്യൽ ചെയ്യാന്ന് ഞാൻ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീട്ടിലെ കുറച്ച് പണികളൊക്കെ ഒതുങ്ങിയപ്പോൾ എനിക്ക് കുറച്ച് സമയമുണ്ട്. പിന്നെ ചേട്ടനൊന്ന് വീട്ടിലുണ്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾ ഫ്രീ ആണ്. ഉണ്ണീനെ അവിടെ ഏൽപ്പിച്ചിട്ട് ഞാനിങ്ങനെ ചെയ്യാമെന്ന് ഓർത്തപ്പോൾ എന്നാൽ പിന്നെ ഒരു വീഡിയോ ആക്കാം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതേ ഞാൻ ഫേസ് ഓൾറെഡി ഞാൻ എന്താ പറയുക കുളിച്ചു. അപ്പോൾ അത് അങ്ങനെ കഴുകിയിട്ടുണ്ടായിരുന്നു ഫേസ് വാഷ് ഇട്ടിട്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. ഈ ഒരു ഫേഷ്യലിന്റെ ഗുണം എന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു മന്ത്ലി വൺസ് ഒക്കെ ചെയ്യാൻ പറ്റും. അതായത് നമുക്കൊരു ടാൻ ഒക്കെ ഉണ്ടെങ്കിൽ മാറി ഫേസ് കുറച്ചും കൂടി ഒന്ന് ഗ്ലോയിങ് ബ്രൈറ്റനിങ് ആവും. ഒരു ഗ്ലാസ് സ്കിൻ ഇഫക്റ്റ് ഒക്കെ കിട്ടും. സ്കിന്ന് നല്ലോണം ഇങ്ങനെ ഒരു ഗ്ലോയിങ്. ഇതിപ്പോൾ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ, സ്കിന്നിൽ ഒന്നും ഇട്ടിട്ടില്ല, ജസ്റ്റ് ഫേസ് വാഷ് ചെയ്ത് വന്നതാണ്. അപ്പം നമ്മൾ സ്ഥിരമായിട്ടൊക്കെ ചെയ്യുമ്പോൾ ഈ ഒരു ഇഫക്റ്റ് നമുക്ക് അങ്ങനെ കിട്ടും. ഇപ്പം നിങ്ങൾക്ക് കണ്ടില്ലേ, ഞാൻ ഒന്നും ചെയ്യാണ്ട് തന്നെ ഒരു സ്കിന്ന് കണ്ടില്ലേ, ഞാൻ ഒരു ഒരു മോയ്സ്ചറൈസർ പോലും ഇട്ടിട്ടില്ല. അത്രേ ഉള്ളൂ. അപ്പോൾ സ്ഥിരമായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് നോക്കിയാലോ. നമ്മൾക്കൊരു കാര്യത്തിന്റെ റിസൾട്ട് കിട്ടണമെങ്കിൽ നമ്മളത് സ്ഥിരമായിട്ട് ചെയ്യണം കേട്ടോ. സ്ഥിരമായിട്ട് എന്ന് പറഞ്ഞാൽ ആ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ആ ഒരു കാര്യം DIY ആണെങ്കിൽ അത് എത്രത്തോളം നമ്മൾ കറക്റ്റായിട്ട് ചെയ്യണോ അതനുസരിച്ചിട്ടായിരിക്കും നമുക്ക് അതിന്റെ റിസൾട്ട് വരിക കേട്ടോ. അപ്പൊ നമുക്ക് എന്തായാലും നോക്കാം. ഞാൻ ഇതിന് വേണ്ടിയിട്ട് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. പച്ചരി നമ്മൾ വെള്ളത്തിലിട്ട് തലേദിവസം വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പൊ അതിങ്ങനെ നല്ല രീതിക്ക് തന്നെ കുതിർന്നിട്ടുണ്ട്. അപ്പൊ ആവശ്യത്തിന് ഇപ്പൊ ഒരു 3-4 സ്പൂണൊക്കെ പച്ചരി മതിയാവും. എന്നിട്ട് നമ്മൾ നല്ല വെള്ളത്തിൽ വേണം കുതിർത്താനിടാൻ. അപ്പൊ ആ വെള്ളമെടുക്കണ നമുക്ക് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ല രീതിക്ക് തന്നെ അരച്ചെടുക്കാം. അപ്പൊ നമുക്ക് കുറച്ച് ലൂസായിട്ട് വേണം. അതായത് മാതിരി നമ്മൾ അതിന്റെ മിൽക്ക് മാത്രം നമ്മളിങ്ങനെ അരിച്ചെടുക്കാം കേട്ടോ. അതായത് അരച്ചിട്ട് ഒരു തുണിയിലോ ഒക്കെ നമ്മളിതിങ്ങനെ അരിച്ചെടുക്കുമ്പോൾ അതിന്റെ ആ വെള്ളം ആ ഒരു എന്താ പറയാ പാലും ഒക്കെ അടക്കനെ നമുക്ക് കിട്ടും. അപ്പൊ മിൽക്ക് ക്രീം, റൈസ് മിൽക്ക് ക്രീമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നേരെ അടുപ്പത്തേക്ക് വെച്ച് ഒന്ന് കുറുക്കിയെടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്കിങ്ങനെ വല്ലാണ്ട് ലൂസ് ആവരുത്, വല്ലാണ്ട് കട്ടിയാവരുത്. നമുക്കൊരു കുറുക്ക് മാതിരിയായിട്ട് എടുക്കാം. ഇത് നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പ് നോക്കാം കേട്ടോ. ആദ്യ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ക്ലെൻസർ ആണ്. അപ്പൊ നമുക്ക് ആവശ്യത്തിന് നമ്മുടെ റൈസ് മിൽക്ക് ക്രീം എടുക്കാം. അതിലേക്ക് നമ്മൾ പാലോ 1 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടീസ്പൂൺ തൈര് എടുക്കുക. ഞാൻ ഇവിടെ പച്ചപ്പാൽ എടുത്തിരിക്കുന്നത്. നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്യുക. തൈര് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ അത് എടുക്കാം കേട്ടോ. നല്ല രീതിക്ക് തന്നെ ടാനൊക്കെ മാറും. അപ്പൊ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ക്ലെൻസർ ആണ്. ഞാൻ ഫേസ് ഒന്ന് നനച്ചിട്ടുണ്ട്, കാരണം ഈ ഉണങ്ങിയിരിക്കുന്ന സ്കിന്നല്ല. അപ്പൊ അതിലേക്ക് നമ്മൾ നേരിട്ട് ഇതിങ്ങനെ ആവണ്ടാന്നിച്ചിട്ട് ഒരു ചെറിയൊരു നനവുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് അത് ക്ലെൻസ് ചെയ്യാൻ പറ്റും. അപ്പൊ നെക്കിലേക്ക് ഫേസിലേക്ക് ഇത് ഭയങ്കര കൂടുതൽ, ഇത്രേൻ്റെ ആവശ്യമില്ല. പക്ഷെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ വീഡിയോ കാണിക്കുമ്പോൾ ഇങ്ങനെ കാണാൻ വേണ്ടി എടുത്തൊന്ന് മാത്രം, അത് കൂടുതലാട്ടോ. അപ്പൊ നമുക്ക് ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് നമുക്കിതൊന്ന് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് നമ്മൾ ഫേസ് വാഷ് ഇടുന്ന ആ ഒരു രീതിയിൽ തന്നെ ഇട്ട് കൊടുക്കാം. ഈ ഒരു റൈസ് മിൽക്ക് എന്ന് പറഞ്ഞാൽ അതിന് നമ്മുടെ സ്കിന്നിൽ കുറേ അധികം ബെനിഫിറ്റ് ഉണ്ട്. ബ്രൈറ്റനിങ്, ടാൻ റിമൂവൽ, പിന്നെ അതുപോലെ തന്നെ സ്കിന്ന് ടൈറ്റ് ആവും. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിനെ കുറച്ചും കൂടി ചെറുപ്പാക്കും. പിന്നെ നമ്മുടെ സ്കിന്ന് ചെയ്ത് കഴിഞ്ഞാൽ കുറേ കൂടി ഒരു ഫ്രഷ്, അതുപോലെ തന്നെ നല്ലൊരു ഫീൽ ആയിരിക്കും കേട്ടോ. പെട്ടെന്ന് നമ്മുടെ ഫേസിലേക്ക് നോക്കുമ്പോഴേ നല്ലൊരു എന്താ പറയുക ഗ്ലോ ഒക്കെ നമുക്ക് തോന്നും. അപ്പൊ ഇത് നമ്മൾ ഒരു ക്ലെൻസിങ്, നമ്മളൊരു ഫേസ് വാഷ് ഒക്കെ ഇടുന്ന പോലെ നമുക്ക് ഇട്ട് കൊടുത്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ, ഞാൻ ഓൾറെഡി ഫേസ് വാഷ് ഇട്ട് കഴുകിയ കാരണം വല്ലാണ്ട് അങ്ങനെ എന്താ പറയാ വരച്ച് തേച്ച് കഴുകണില്ല. ജസ്റ്റ് ഒന്ന് പതുക്കെ ഒന്ന് മസാജ് ചെയ്ത് അങ്ങനെ തന്നെ കഴുകിയെടുക്കുക ചെയ്യണം. ഓൾറെഡി ഞാൻ ജിമ്മിലൊക്കെ പോയി വന്ന് കുളിച്ച് ഫേസ് വാഷ് ഒക്കെ ഇട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ. നമ്മൾ നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഫേസിൽ എന്തെങ്കിലും കഴുക്കോ മറ്റോ എന്തെങ്കിലും ഒക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് ക്ലെൻസ് ആവും. മിൽക്ക് നന്നായിട്ട് ക്ലെൻസ് ചെയ്യും. ഒപ്പം തന്നെ ഒരു ബ്രൈറ്റനിങ് ക്ലെൻസർ ആട്ടോ മിൽക്ക്. അപ്പൊ നമ്മൾ അത്യാവശ്യം കഴുകി ഇനി ആ ഒരു നനവുണ്ടല്ലോ, ഈ നനവ് തുടച്ചിങ്ങനെ ഉണക്കാതെ ഈ നനവോടുകൂടി നമ്മൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യാം. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സ്ക്രബാണ്. അപ്പൊ അത് എന്ന് പറഞ്ഞാൽ ഏറ്റവും മൈൽഡ് ആയിട്ടുള്ളത് വേണം എടുക്കാനായിട്ട്. ഞാനിവിടെ ആവശ്യത്തിന് 1/2 സ്പൂൺ നമ്മുടെ റൈസ് മിൽക്ക് ക്രീമും 1/2 സ്പൂൺ ഓട്സ് പൊടിച്ചതുമാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് അത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പച്ചപ്പാൽ എടുത്തിരിക്കുന്ന ഒരു സ്പൂണ്. നിങ്ങൾക്ക് തൈര് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ഇത് നമ്മൾ ചെയ്യുന്ന സമയത്ത് മാത്രം മിക്സ് ചെയ്യാം. അടുത്ത സ്റ്റെപ്പ് നമുക്കറിയാം, നമ്മുടെ സ്ക്രബാണ്. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള സ്ക്രബാണ്. നമ്മുടെ സ്കിന്നിന് യാതൊരു തരത്തിലും സ്കിന്നിന്റെ ലെയറിനെ ഇറിറ്റേറ്റ് ചെയ്യാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റണതാട്ടോ. അപ്പൊ ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലല്ലോ, അപ്പൊ നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ആണെങ്കിലും റൈസ് മിൽക്ക് ക്രീം ആണെങ്കിലും നമ്മുടെ സ്കിന്നിന് ഒരുപാട് ബെനിഫിറ്റ് ഉള്ളതാണ്. ഞാൻ ഈ ചെയ്യുന്ന സമയത്താണ് ഇത് മിക്സ് ചെയ്യണത്. അപ്പൊ അതുപോലെ തന്നെ നിങ്ങളും മിക്സ് ചെയ്ത് വെക്കരുത്. നമുക്കൊരു ഈ ഓട്സ് ഒക്കെ കുതിർന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയാലോ എത്രത്തോളം സോഫ്റ്റ് ആവും എന്നുള്ളത്. അപ്പൊ ആ ഒരു മൈൽഡ് എന്ന് പറഞ്ഞാൽ അത്രയും മൈൽഡ് ആയിട്ടുള്ള ഒരു സ്ക്രബാണ് നമുക്ക് കിട്ടുക. അപ്പൊ നമുക്ക് നമ്മുടെ ഫേസിൽ കുറച്ച് പരിക്കനായിട്ട്, അതായത് ഇങ്ങനെ കുറച്ച് ഹാർഡ് ആയിരിക്കുന്ന ഭാഗങ്ങൾ ഉണ്ടാവല്ലോ, അതായത് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ കൂടുതൽ ആ ഏരിയയിൽ ഉണ്ടാവും. നമ്മുടെ ലിപ്സിന് താഴെ, ലിപ്സിന് മുകളിൽ, നമ്മുടെ ചുണ്ടുകളുടെ 2 സൈഡ്, മൂക്കിന്റെ 2 സൈഡ്, അങ്ങനെയൊക്കെ ചില ഭാഗങ്ങളിലായിരിക്കും. പിന്നെ നമ്മുടെ കഴുത്തില് അങ്ങനെ കുറച്ച് ഹാർഡ് ആയിരിക്കുന്ന ഭാഗങ്ങളിൽ ജസ്റ്റ് നമ്മളൊന്ന്
ഒന്ന് സ്ക്രബ് ചെയ്ത് വിടുക. അതായത് പതുക്കനെ ഒരു ജെന്റിലായിട്ടൊരു മസാജ് മാതിരി ഒന്ന് ചെയ്യാം കേട്ടോ. അത്ര മാത്രം മതി. എന്നിട്ട് നമ്മളിതൊരു 10 മിനിറ്റ് വെക്കുകയാണെങ്കിൽ നല്ലതാ. അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്തു. ഞാൻ വളരെ ലൈറ്റായിട്ട് കുറച്ച് നേരം ചെയ്തിട്ടുള്ളൂ. കാരണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് അങ്ങനെ സ്കിന്നിൽ വല്ലാണ്ട് അങ്ങനെ ഡെഡ് സ്കിന്നായിട്ടൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഞാൻ അങ്ങനെ നോർമൽ ചെറുതായിട്ട് മൈൽഡായിട്ടൊന്ന് സ്ക്രബ് ചെയ്തു. ഇനി നമുക്കൊരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് ഫേസിൽ വെക്കാം, എന്നിട്ട് റിമൂവ് ചെയ്യാം കേട്ടോ. ഈ ഒരു ഫേഷ്യൽ നമുക്ക് മന്ത്ലി വൺസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്ന് നമുക്ക് നല്ലൊരു ഗ്ലാസ് ഗ്ലോ നമുക്ക് കിട്ടും. അതായത് സ്ഥിരമായിട്ട് എല്ലാ മാസവും ഏതെങ്കിലും ഒരു ദിവസം ചെയ്യാം, അത്രേ ഉള്ളൂ. അപ്പോഴാണ് നമുക്ക് ആ ഒരു റിസൾട്ട്. എന്ത് കാര്യമാണെങ്കിലും ഒറ്റ പ്രാവശ്യം കൊണ്ട് കിട്ടുന്നത് ഒരിക്കലും അത് പെർമനന്റ് ആവില്ല. പക്ഷെ നമ്മുടെ സ്കിന്ന് നല്ലോണം സോഫ്റ്റ് ആവും, നല്ല സ്മൂത്ത് ആവും. അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ടാൻ ഉണ്ടെങ്കിൽ ഇൻസ്റ്റന്റ് ആയിട്ട് മാറും. അതേപോലെ നിങ്ങൾക്ക് ഒരു പീസ് കുക്കുംബറൊക്കെ കിട്ടുകയാണെങ്കിൽ ഇത് നമ്മുടെ കണ്ണിലും കൂടി വെച്ച് കൊടുത്താൽ കണ്ണിനും കൂടി നല്ലൊരു കുളിർമയായിരിക്കും. എന്തായാലും നമ്മൾ ഫേഷ്യലിന് വേണ്ടി കുറച്ച് സമയം അല്ലെങ്കിൽ ഒരു 10, 15, 20 മിനിറ്റ് നമ്മൾ കളയുന്നുണ്ട്. അപ്പൊ ആ നേരം ഇതൊക്കെ ഉണങ്ങാൻ നിൽക്കുന്ന നേരോ അങ്ങനെ എന്തെങ്കിലും കണ്ണിലൊരു കുക്കുംബറോ അതുപോലെ തന്നെ അല്ലെങ്കിൽ നമുക്കൊരു പൊട്ടറ്റോ ഇങ്ങനെ തൊലിക്ക് കളഞ്ഞ് വട്ടന അരിഞ്ഞിട്ട് അതോ വെച്ച് കൊടുക്കാട്ടോ. ഫ്രിഡ്ജിൽ വെച്ചിട്ട് വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാട്ടോ കണ്ണിന്. അപ്പോൾ ഇതേ നമ്മൾ നന്നായിട്ടൊന്ന് കഴുകിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഫേസ് നല്ലോണം സോഫ്റ്റ് ആവും, ഭയങ്കരമായിട്ട് ഇങ്ങനെ ബേബി സോഫ്റ്റ് മാതിരി സ്കിൻ ഇരിക്കും കേട്ടോ. അത്രയും നല്ല സോഫ്റ്റ് ആവും. ട്രസ്റ്റ് മീ, ഇത് സത്യമായിട്ടുള്ള കാര്യം കേട്ടോ. നല്ല സോഫ്റ്റ് ആവും, ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒഴുകി വരും കൈയൊക്കെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഒരു നനവോട് കൂട്ടെ നമ്മുടെ ഫൈനൽ സ്റ്റെപ്പാണ് ഫേസ് പാക്ക്. അത് നമുക്ക് പ്രിപ്പയർ ചെയ്തിട്ട് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. അതൊരു 20 മിനിറ്റ് കുറഞ്ഞത് വെക്കണം കേട്ടോ ഉണങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഫേസ് പാക്ക് റെഡിയാക്കാം. അവസാന സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് നമ്മുടെ റൈസ് മിൽക്ക് ക്രീം എടുക്കാം. അതിലേക്ക് നമുക്ക് ഇൻസ്റ്റന്റ് കോഫി എടുത്തിരിക്കണം. ഇൻസ്റ്റന്റ് കോഫി ആട്ടോ കുറച്ച് കൂടുതൽ. എനിക്ക് കോഫി നല്ല സ്യൂട്ടാണ്. പിന്നെ ഒരു 1/2 സ്പൂൺ നമ്മുടെ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്, വീറ്റ് ഫ്ലോർ. നിങ്ങൾക്ക് വേണമെങ്കിൽ കടലമാവ് എടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഇൻസ്റ്റന്റ് കോഫി പറ്റാത്തവരാണെങ്കിൽ ബീട്രൂട്ട് ജ്യൂസ് എടുക്കാം, അല്ലെങ്കിൽ ബീട്രൂട്ട് അരച്ചെടുക്കാം. പിന്നെ ഞാനിവിടെ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത് മിക്സ് ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് തൈര് എടുക്കാം. പിന്നെ നിങ്ങൾക്ക് മഞ്ഞൾ ഓക്കെ ആണെങ്കിൽ മഞ്ഞൾ എടുക്കാം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ക്യാരറ്റ് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ക്യാരറ്റ് നന്നായിട്ട് അരച്ചിട്ട് 1 സ്പൂൺ പേസ്റ്റ് ആക്കി എടുക്കാം. അത് നമ്മുടെ ഒരു ഇതാണ്. ഈ കാര്യം പറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതിന്റെ കൂടെ നല്ല രീതിക്ക് സ്യൂട്ട് ആവുന്നത്, നമുക്ക് നല്ല റിസൾട്ടും കിട്ടണത്. ഇത് നമ്മൾ നന്നായിട്ട് ഫേസ് പാക്ക് മാതിരി മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു റൈസ് മിൽക്ക് ക്രീമിൽ ഇത് മാത്രമായിട്ട് നമുക്ക് ഫേസിൽ ഫേസ് പാക്ക് പോലെ മിൽക്കിന്റെ കൂടെയോ തൈരിന്റെ കൂടെ ഒക്കെ അപ്ലൈ ചെയ്യാം കേട്ടോ. അതും നമുക്ക് അതൊരു വീക്കിലി വൺസ് ജസ്റ്റ് ആ ഒരു റൈസ് മിൽക്ക് ക്രീം ഉണ്ടാക്കുക, അതിലേക്ക് 1 സ്പൂൺ പാൽ 1 സ്പൂൺ തൈര് ഒഴിച്ചു കൊടുക്കുക, ജസ്റ്റ് ഫേസിൽ ഇടാം കേട്ടോ. അതും നമുക്ക് നല്ല എഫക്റ്റീവ് ആണ്. കോഫി അലർജി ഉള്ളവർക്ക് മഞ്ഞൾ ചെയ്യണേ. നല്ല കട്ടിക്ക് തന്നെ നെക്കിലും ഫേസിലും കൂടി ഒരേപോലെ ഈവനായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഫേസിൽ നന്നായിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഒരു 20 മിനിറ്റ് നന്നായിട്ട് ഉണങ്ങാൻ വേണ്ടി. നന്നായിട്ടല്ല, ആ ഒരു കുറച്ച് കട്ടിക്കല്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ മുരിന് വലിയണ മാതിരി തോന്നില്ലേ. അപ്പോൾ നമുക്ക് കഴുകാം. അപ്പം നമ്മുടെ ഫേസ് പാക്ക് ഇങ്ങനെ ആക്കുമ്പോൾ ഇങ്ങനെ വലിയണില്ലേ, ആ ഒരു രീതിയിലാണ് ആയിട്ടുള്ളത്. വല്ലാണ്ട് ഉണങ്ങിയിട്ടില്ല, പക്ഷെ ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് ഭയങ്കരമായിട്ട് ഡ്രൈ ആക്കണില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊന്ന് റിമൂവ് ചെയ്യാം കേട്ടോ. നമ്മൾ ഫൈനൽ സ്റ്റെപ്പാ. അപ്പം ഞാനിവിടെ കുറച്ചധികം നേരം, അതായത് ഇത് ആ ഒരു കട്ടിക്കാണല്ലോ, അപ്പം അതുകൊണ്ട് തന്നെ അത് ഒന്ന് നല്ല ഉള്ളിലൊക്കെ ഒന്ന് ഉണങ്ങി വലിഞ്ഞ് വരണ ആ ഒരു നേരം വരെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ നോർമൽ റിമൂവ് ചെയ്യുക. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞ വീഡിയോയിൽ ഞാൻ ചെയ്യണത് പകലാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ എന്താ പറയുക മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഞാൻ മസ്റ്റായിട്ട് ഇടുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ ഫേസിൽ ആക്റ്റീവ് ആയിട്ടുള്ള ആക്നേസ്, അതായത് ഇങ്ങനെ പൊട്ടി പഴുത്ത് അല്ലെങ്കിൽ ഇങ്ങനെ പൊട്ടാറായി നിൽക്കുന്ന ആക്നേസ് ഒക്കെ ഉണ്ടെങ്കിൽ ഫേഷ്യൽ ചെയ്യരുത്. അത് അത്ര നന്നാവില്ല. ജസ്റ്റ് ഒരു ക്ലീനപ്പ് ഒക്കെയാണ് അങ്ങനെയുള്ളപ്പോൾ ചെയ്യണം നല്ലത് കേട്ടോ. അപ്പൊ പാർലറിലാണെങ്കിൽ അവർ നമ്മളോട് സജസ്റ്റ് ചെയ്യാതെ തന്നെയാണ്. ഫേഷ്യൽ ഒരിക്കലും പിമ്പിൾസ് ഉള്ളപ്പോൾ ചെയ്യരുത് കേട്ടോ. അപ്പോൾ ദേ നമ്മൾ നന്നായിട്ട് കഴുകിയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോഴും എൻ്റെ സ്കിന്നിൽ കണ്ടില്ലേ, നമ്മൾ ആ കഴുകി വെടുപ്പാക്കി വന്നാലും നല്ല ഗ്ലോ ആണ് ഫേസിന്. നാച്ചുറലായിട്ട് ഫേസ് നന്നായിട്ട് വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം, ഞാനിപ്പോൾ കാലത്താണ് ചെയ്യുന്നത് കുളി കഴിഞ്ഞിട്ട് നേരെ. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഇനി എൻ്റെ സ്കിൻ കെയർ ചെയ്യും. അതായത് സൺസ്ക്രീൻ മോയ്സ്ചറൈസറൊക്കെ നിങ്ങളും മസ്റ്റായിട്ട് ഇപ്പോൾ ഏത് സമയത്ത് ചെയ്താലും, ഇപ്പോൾ രാത്രിയാണെങ്കിലും ഉച്ചയ്ക്കാണെങ്കിലും ഒക്കെ മോയ്സ്ചറൈസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇത് കഴിഞ്ഞ മോയ്സ്ചറൈസ് മസ്റ്റാണ്. കാരണം സ്കിന്നൊന്ന് ഡ്രൈ ആവും. കാരണം ഗോതമ്പ് പൊടി, പച്ചരി, അതൊക്കെ ആ ഒരു മിക്സിംഗ് ഒക്കെ നമുക്ക് കുറച്ച് ഡ്രൈ ആക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നേരെ വേറെ ഒന്നുമില്ല, നേരെ മോയ്സ്ചറൈസ് ചെയ്യാം. അപ്പം അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ നെക്ക് വരെ ഇട്ടിട്ടുണ്ട്. നല്ലൊരു എന്താ പറയുക, തെളിച്ചുണ്ട് സ്കിന്ന്. അതുപോലെ തന്നെ ഭയങ്കര സോഫ്റ്റ് ആവും. പിന്നെ സ്കിന്നിൽ എന്തെങ്കിലുമൊക്കെ ടാനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാറും. നല്ലതാണ്. സ്കിന്ന് നല്ല ടൈറ്റ് ആവും. അതുപോലെ തന്നെ കുറച്ചും കൂടി ചെറുപ്പാവാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്കാണ്. അപ്പോൾ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഞാൻ ചെയ്തപ്പോൾ ജസ്റ്റ് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്തെന്ന് മാത്രം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. എനിക്ക് ഇതുപോലുള്ള വീഡിയോസൊക്കെ വേണമെങ്കിൽ താഴെ എന്തെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.